18 ലക്ഷം കോടി 18 ലക്ഷം കോടി രൂപയാണ് കേട്ടോ. അത് നമ്മൾ റിയാലിലേക്കോ ദിർഹംസിലേക്കോ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 725 ബില്യൺ റിയാലോ ദിർഹമോ ആക്കി മാറ്റും. അത് കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിലെ പശ്ചിമേഷ്യയുടെ സാമ്പത്തിക നഷ്ടമാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യണാണ്, ഓർക്കണം. ഇങ്ങനത്തെ കണക്കുകളൊക്കെ കേട്ടിട്ട് ഒരു കഴിവുള്ള ഒരു ബിസിനസ്സുകാരൻ നിരാശപ്പെട്ടിരിക്കില്ല. കാരണം നല്ല ബോധ്യമുള്ള ചില വസ്തുതകളുണ്ട് നമുക്ക്. കഴിഞ്ഞ കോവിഡ് സീസണിലൊക്കെ അത് തെളിയിക്കപ്പെട്ട സംഭവങ്ങളാണ്. എത്ര ഇൻഡസ്ട്രീസാണ് എന്ത് ചെയ്തത്, ആ ഒരു അവസരത്തെ ലിവറേജ് ചെയ്തിട്ട്, ഈ ഒരു സാഹചര്യത്തെ ലിവറേജ് ചെയ്തു, എന്നിട്ട് ആ അവസരം അവരെന്താക്കി മുതലാക്കിയെടുത്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ടപ്പോൾ അവരെന്ത് ചെയ്തു, ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ചെയ്തു. റെസ്റ്റോറൻറ്റുകൾ കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു, ക്ലൗഡ് കിച്ചണുകൾ ആരംഭിച്ചു. വെയർ ഹൗസുകളും ലോജിസ്റ്റിക്സും കണ്ടമാനം പൈസ ഉണ്ടാക്കി. ഹൈജീൻ പ്രോഡക്റ്റുകൾ എത്രയാണ് പുതിയത് വന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തെ, ഏറ്റവും നെഗറ്റീവായിരിക്കുന്ന ഒരു ബിസിനസ് സാഹചര്യത്തെ ലിവറേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇന്നോവേഷൻസ് നടത്തി എന്ത് ചെയ്യുന്നു, അതിനെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റിയിടുന്നു. അതിനെന്താ വേണ്ടത്? അതിന് നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കണം. ടീമിനെ ഇരുത്തിയിട്ട് എന്ത് ചെയ്യണം, ആലോചിക്കണം. നിങ്ങൾ കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളുടെ കൺസൾട്ടേഷൻ എന്ത് ചെയ്യണം, എടുക്കണം. ഉപദേശങ്ങൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. എന്നിട്ട് നിങ്ങൾക്കൊരു വഴി കിട്ടിയാൽ അതൊരു പക്ഷേ ഒരു പുതിയ സംരംഭം തുടങ്ങാനൊന്നും ആവില്ല. നിലവിൽ നമ്മളുടെ സംരംഭങ്ങൾ ബ്ലോക്കായി നിൽക്കുന്നിടത്ത് ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ളതാവാം. അതല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ സംരംഭത്തെ പുതിയ രൂപത്തിലേക്ക് മാറ്റിമറിക്കാനുള്ളതാവാം. ഇങ്ങനെയുള്ള പല വഴികളും നമ്മളെ മുന്നിൽ എന്ത് ചെയ്യും, തുറന്നു കിട്ടും. എന്താ വേണ്ടത്? സന്നദ്ധത വേണം, റിസ്ക് എടുക്കാനുള്ള ധൈര്യം വേണം. അത് രണ്ടുണ്ടായാൽ മതി.